ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന ശ്രോതാക്കളായ നിങ്ങൾക്കേവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രഭാതവന്ദനം. ഇന്ന് വാർഷിക പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളോട് ദൈവവചനത്തിൽ നിന്നും ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടും. 2 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ കൃപയാലും ദൈവത്തിൻ്റെ സ്നേഹത്താലും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയാലും വാത്സല്യ കുഞ്ഞുങ്ങൾ ഈ പരീക്ഷ എഴുതി ഏറ്റവും ഉയർന്ന വിജയം പ്രാപിക്കും എന്ന് ആത്മാർത്ഥമായി ഞാൻ വിശ്വസിക്കുകയാണ്. കർത്താവിൻ്റെ കൃപ 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 9-ാം വാക്യം പറയുന്നു, എൻ്റെ കൃപ നിനക്കു മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ചില കുഞ്ഞുങ്ങൾ ഓർമ്മശക്തി കുറഞ്ഞവരായിരിക്കാം, ചിലർ ശാരീരിക ക്ഷീണമുള്ളവരായിരിക്കാം, ചിലർ ഭയമുള്ളവരായിരിക്കാം, ചിലർ ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ താമസമുള്ളവരായിരിക്കാം. അങ്ങനെയുള്ള ബലഹീനതകൾ എന്തു തന്നെയായാലും കർത്താവിൻ്റെ കയ്യിൽ സമർപ്പിച്ചു നൽകിയാൽ ആ ദൈവകൃപ നിങ്ങളുടെ ബലഹീനതകളെ എല്ലാം മാറ്റി നിങ്ങളെ നല്ല നിലയിൽ എക്സാം എഴുതുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് ഓർമ്മശക്തി കുറവാണെങ്കിൽ, ശാരീരികമായ ക്ഷീണങ്ങൾ, പനിയോ അസുമയോ മറ്റ് അസ്വസ്ഥതയോ ഉള്ളവരാണെങ്കിൽ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ആ ദൈവകൃപ നിങ്ങളെ ബലപ്പെടുത്തുവാനിടയായിത്തീരും, നിങ്ങൾക്ക് ഉന്നതമായ വിജയം ലഭിക്കുവാനിടയായിത്തീരും. 2, ദൈവത്തിൻ്റെ സ്നേഹം. 103-ാം സങ്കീർത്തനം 13-ാം വാക്യം പറയുന്നു, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ദൈവസ്നേഹത്തിൻ്റെ മഹനീയത നമ്മോടുള്ള കരുണയാണ്. പാപങ്ങളും ലംഘനങ്ങളും ക്ഷമിക്കപ്പെടുമെന്നത് ദൈവത്തിൻ്റെ കരുണയാലാണ് എന്ന് നാം വിശ്വസിക്കുക. നമ്മുടെ കുറ്റങ്ങളും കുറവുകളും സ്വഭാവങ്ങളുമൊക്കെ പരിഗണിച്ചാൽ നാം ഉന്നത വിജയത്തിന് യോഗ്യരാണോ എന്ന് പോലും നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നിട്ടും ആ യോഗ്യത നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിന് നമ്മോടുള്ള കരുണയാലാണ്. ആ കരുണയ്ക്ക് കാരണം ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. അതുകൊണ്ട് ദൈവസ്നേഹം നമ്മുടെ കുറ്റങ്ങളും കുറവുകളുമൊക്കെ ക്ഷമിച്ചു തന്ന് നല്ല വിജയത്തിന് നിങ്ങളെ യോഗ്യരാക്കി തീർക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. 3-ാമതായി പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യം, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകലത്തിലും വഴി നടത്തും. പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയാൽ, നടത്തിപ്പിനാൽ ശരിയായ ഉത്തരം എഴുതുവാൻ സത്യത്തിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുവാനിടയായിത്തീരും. ചില കുഞ്ഞുങ്ങളുടെ ചിന്തകളെയും വിചാരങ്ങളെയും കെട്ടിയിടുന്ന ചില ബന്ധനങ്ങളുണ്ട്. പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ പെട്ടെന്ന് ഇരുട്ട് കയറുന്ന അനുഭവങ്ങളെക്കുറിച്ചും എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബ്ലാങ്ക് ആകുന്ന അവസ്ഥകളെക്കുറിച്ചുമൊക്കെ കുട്ടികൾ പറഞ്ഞത് ഞാൻ കേൾക്കാറുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള ബന്ധനങ്ങളെയെല്ലാം അകറ്റുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ആകയാൽ വാത്സല്യ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഈ പരീക്ഷാ ദിനങ്ങളിൽ ദൈവസ്നേഹത്തിനും കർത്താവിൻ്റെ കൃപയ്ക്കും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയ്ക്കും വേണ്ടി ദൈനംദിനം പ്രാർത്ഥിക്കുന്നവരായി നിങ്ങൾ മാറണം. അങ്ങനെ വന്നാൽ നിങ്ങൾ ഏറ്റവും നല്ല വിജയം നിങ്ങൾക്കായി സ്വർഗം കരുതി വച്ചിട്ടുണ്ട് എന്ന് തിരിച്ചറിയണം. ഈ പ്രഭാതത്തിൽ ദൈവിക കൂട്ടായ്മയും ദൈവിക നന്മകളും ദൈവിക അനുഗ്രഹങ്ങളും പ്രാപിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഞാനൊരു നിമിഷം നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ,
ഈ ദിവസങ്ങളിൽ പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവം അവരെ സഹായിക്കണമേ. ദൈവകൃപ അവരോട് കൂടെ ഇരിക്കണമേ. അവരുടെ ബുദ്ധിമണ്ഡലങ്ങളെ പ്രകാശിപ്പിക്കണമേ. ശലോമോന് പകർന്ന ദൈവീക ജ്ഞാനം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവിടെ നൽകണമേ. ഏറ്റവും ഉന്നതമായ വിജയം ദൈവം അവർക്ക് നൽകുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്നത് ഓർക്കുന്നത് കൃത്യമായി ആൻസർ ചെയ്യുവാനും സ്വർഗത്തിലെ ദൈവം അവരെ സഹായിക്കണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളാരും കർത്താവെ പരാജയപ്പെടുവാൻ ഇടയാകാതെ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകണമേ. സ്വർഗം അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. ദൈവകൃപ കുഞ്ഞുങ്ങളുടെ മേൽ അവിടുന്ന് പകരുന്നതിനായി സ്തോത്രം. സകലവും ഞങ്ങൾക്ക് ആ ജീവൻ വെച്ച നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ പൊന്നുതിരുനാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേട്ടുത്തരമരണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.